ഈ പുസ്തക പഠന പരമ്പരയിൽ ക്രമമായിട്ട് സംബന്ധിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇടയ്ക്കിടയ്ക്കുള്ള ക്ലാസ്സുകൾ മുടങ്ങി കേൾക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് വിഷയത്തിന്മേലുള്ള ഒരു തുടർമാനമായ ഒരു അറിവ് ഒരു പക്ഷെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകണമെന്നില്ല. ഏതായാലും പുസ്തകത്തെക്കുറിച്ചുള്ള ഏകദേശ ഒരു രൂപം നമുക്കുണ്ട്, ഒരു ധാരണയുണ്ട്. അത് കുറച്ചുകൂടെ വ്യക്തമായി ലഭിക്കുന്നതിന് ഈ ക്ലാസ്സുകൾ ഇടയാകട്ടെ എന്ന് ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്ന വചനത്തിന് വേണ്ടി, വചന ചിന്തയ്ക്ക് വേണ്ടി വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വചനങ്ങൾ വായിക്കാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിക്കുകയും ശേഷമുള്ളവർ അത് ശ്രദ്ധിക്കുകയും ചെയ്യണമേ. എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. നമ്മൾ വായിച്ച ഭാഗം വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗത്തുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. ആ വിഷയത്തെ ദൈവാത്മാവ് നമുക്ക് പ്രകാശിപ്പിച്ച് തരട്ടെ എന്ന് വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ആ വിഷയം കേൾക്കുവാനുള്ള വാഞ്ചയോടെ ദൈവസന്നിധിയിൽ ഇരിക്കണമെന്ന് ഓർപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഈ പഠനം ആരംഭിച്ചിട്ട് നാളുകൾ പലതായെങ്കിലും 6-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് എത്തിയതേ ഉള്ളൂ. നമ്മൾ ഈ പുസ്തകത്തെ ഇങ്ങനെ ഓട്ടിച്ച് ചിന്തിച്ച് പോകുകയല്ല. അപ്പോൾ തന്നെ ആധികാരികമായ വെളിപ്പാട് പുസ്തകത്തിൻ്റെ സമ്പൂർണമായ ഒരു പഠനവുമല്ല. ദൈവാത്മാവ് എനിക്ക് തരുന്ന പ്രാപ്തി പോലെ ആ വിഷയം നമ്മുടെ ഇടയിലുള്ള സഹോദരി സഹോദരന്മാർ എത്രത്തോളം ലളിതമായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഒക്കുമോ അങ്ങനെ ഗ്രഹിക്കത്തക്ക വിധത്തിൽ എന്നാൽ ആകുന്നിടത്തോളം അതിനെ ഇങ്ങനെ ലഘൂകരിച്ച് ലളിതമായിട്ട് സാധാരണക്കാരുടെ ഒരു ശൈലിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്കറിയാം. അങ്ങനെയാണ് നമ്മൾ ഇന്നും തുടരുവാനായിട്ട് പോകുന്നത്. ഈ 6-ാം അധ്യായത്തോടുകൂടെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ സ്വഭാവം മാറുകയാണ്. മനസ്സിലായോ? 6-ാം അധ്യായത്തോടുകൂടെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ സ്വഭാവം അതുവരെ ചിന്തിച്ചു കൊണ്ടുവരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക്, ഒരു സ്വഭാവത്തിലേക്ക്, സംഭവ വികാസങ്ങളിലേക്ക് അങ്ങ് മാറുകയാണ് പുസ്തകം. 6-ാം അധ്യായം മുതൽ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്നത് വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മഹാപീഡന കാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മഹാപീഡനകാലം, മഹാ ഉപദ്രവകാലം, യഹോവയുടെ ദിവസം, യാക്കോബിൻ്റെ കഷ്ടകാലം, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത കൊടിയ കാലങ്ങൾ, ഒരു ജാതി ഉണ്ടായത് മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ടം എന്നൊക്കെ നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന അത്യപൂർവമായ, ലോകത്തിൽ വേറൊരു കാലത്തും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിയൊട്ടും സംഭവിക്കാൻ പാടില്ലാത്തതുമായ വിധത്തിലുള്ള അതിക്രൂരവും ഭയാനകവുമായ ഒരു ഇരുണ്ട കാലഘട്ടം. അത് എത്ര വർഷത്തേക്കുള്ള കാലഘട്ടമാണ്? എത്ര വർഷമാണ്? 7 വർഷം. 7 വർഷം. നമ്മൾ കഴിഞ്ഞ ചില ക്ലാസ്സുകൾക്ക് മുമ്പ് ദാനിയേൽ പ്രവചനത്തിലെ 70 ആഴ്ചവട്ടം എന്നുള്ള ഒരു പാഠം പഠിച്ചല്ലോ. ആ 70 ആഴ്ചവട്ടത്തിൻ്റെ 70ാമത്തെ ആഴ്ചയാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 6 മുതൽ 9 വരെ പറയുന്ന അധ്യായങ്ങൾ. ആ 70 ആഴ്ചവട്ടത്തിൻ്റെ എത്രാമത്തെയാ? 70ാമത്തെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വർത്തമാനകാലം എന്ന് പറയുന്നത് 69 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട്
70-ാമത്തെ ആഴ്ചവട്ടം ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഒരു ഇടവേളയിലാണ്, ഗ്യാപ്പ് പീരീഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം, വീണ്ടും വീണ്ടും ഒരു ഔട്ട്ലൈൻ പോലെ എപ്പോഴും മനസ്സിലിങ്ങനെ ഓർമ്മയിൽ നിലനിൽക്കേണ്ടതായ, ഓർമ്മിച്ചെടുക്കേണ്ടതായ കാര്യങ്ങളായതുകൊണ്ട് ചെറിയ രീതിയിൽ ആവർത്തിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ആകട്ടെ, അങ്ങനെ ആ 70-ാമത്തെ ആഴ്ചവട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, അത് 7 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് ദൈവത്തിൻ്റെ ശിക്ഷണകാലമാണ്. ദൈവത്തിൻ്റെ കോപം ഭൂമിയിൽ ചൊരിയപ്പെടുന്ന കാലമാണ്. പ്രത്യേകിച്ച് ഈ മഹാപീഡന കാലമെന്ന് പറയുന്നത് ദൈവസഭയെ ഉദ്ദേശിച്ചു കൊണ്ടുള്ള കാര്യമല്ല. പിന്നെ ആരെ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ്? യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് പ്രധാനമായി. പിന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള സൈഡ് എഫക്റ്റൊക്കെ ആ കാലത്ത് ജീവിക്കുന്ന സകലമാന ആളുകൾക്കും ഉണ്ടാകും. ഇതും പ്രത്യേകിച്ച് ഓർത്തുകൊള്ളണം. എന്തിനങ്ങനെ ഒരു ജാതിയെ ഉന്നം വെച്ച് അങ്ങനെ ചെയ്യുന്നത്? അതാണ് വിഷയം. ആ ജാതി ദൈവത്തോടും ദൈവവചനത്തോടും കാണിച്ചിട്ടുള്ള ക്രമക്കേടും അതിക്രമവും ചൊല്ലാവതിനപ്പുറമുള്ളതാണ്. അവരെ ദൈവം സ്നേഹിച്ചിട്ടുള്ളതുപോലെ ലോകത്തിൽ വേറെ ഏത് ജാതിയാണ് സ്നേഹിച്ചിട്ടുള്ളത്? അവർക്ക് ചൊരിഞ്ഞിട്ടുള്ളതുപോലെ അനുഗ്രഹം വേറെ ഏത് ജാതിക്കാ നൽകിയിട്ടുള്ളത്? ആവർത്തന പുസ്തകത്തിൽ പറയുന്നത് ഇത്ര ശ്രേഷ്ഠമായ ജാതി. പിന്നെയോ ദൈവിക പ്രമാണങ്ങളും കൽപ്പനകളും ഇത്രമാത്രം കിട്ടിയിട്ടുള്ള വേറെ ഏത് ജാതിയാണ് ഉള്ളത്? അങ്ങനെയൊക്കെ ആയിട്ടും അവരതിനെ തള്ളി. നമുക്കറിയാം, നമ്മൾ ഇടയ്ക്ക് ഓർത്തതാണ്, യോഹന്നാൻ 1:11 അവൻ സ്വന്തത്തിലേക്ക്, എന്നിട്ട് ആ ജാതിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി ജഡാവതാരം ചെയ്ത് അവരിൽ ഒരാളായിട്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു, അവരുടെ ഇടയിൽ പാർത്തു, അവരോടൊരുമിച്ച് ഉണ്ടും പാനം ചെയ്തും അവരുടെ ഇടയിൽ ഒരാളായിട്ട് അവരുടെ ഇടയിൽ സഞ്ചരിച്ച് അവരുടെ ഭാരം വഹിച്ചും അവരുടെ പാപം ചുമക്കുവാനും വന്നിട്ട് അവരെന്ത് ചെയ്തു? ഒരു പന്തിനെ തട്ടിക്കളയുന്നത് പോലെ അവരുടെ അടുക്കിലേക്ക് കൈവന്ന മഹാഭാഗ്യത്തെ അവർ പുറംകാലുകൊണ്ട് തട്ടിക്കളഞ്ഞു. എന്നിട്ട് തീർന്നു. അവരെന്ത് പറഞ്ഞു? ഇവനെ കൊല വിളിച്ചുകൊണ്ട് അവർ പറഞ്ഞത്, ഇവൻ്റെ രക്തം ഞങ്ങളുടെ തലയിലങ്ങ് വന്നോട്ടെ, സാരമില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെ അവരെ രക്ഷിക്കുവാൻ അവരുടെ ഇടയിലേക്ക് അവതരിച്ചു വന്ന ദൈവപുത്രനോടുള്ള അവഗണന നിമിത്തം അവരോടുള്ള ദൈവത്തിൻ്റെ ന്യായവിധി. അതിനെ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ പ്രതികാര ദിവസം. ദൈവത്തിൻ്റെ പ്രതികാര ദിവസം. അത് നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല കേട്ടോ. അതിൻ്റെ ഒക്കെ അപ്പുറമായിട്ടാണ്, നമ്മുടെ ചിന്തകൾക്ക് അതീതമായിട്ടുള്ളതാണ്. ഭാഷയിൽ വർണ്ണിപ്പാൻ വാക്കില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കർത്താവ് നമുക്ക് കൃപ തരട്ടെ. അങ്ങനെയുള്ള ഒരു കാലഘട്ടം. അങ്ങനെ ആ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധി നിവർത്തിക്കപ്പെടുന്നത് 3 പ്രത്യേക രീതിയിലാണ്. 7 മുദ്രകൾ പൊട്ടിക്കുന്നു, അനന്തരഫലമായിട്ട് നടത്തപ്പെടുന്ന ന്യായവിധി. അത് കഴിഞ്ഞ് 7 കാഹളം ഊതുന്നു. കാഹളം ഊതുന്നതിലൂടെ അനന്തരമായിട്ട് നടക്കുന്ന സംഭവങ്ങൾ. പിന്നെ 7 ക്രോധ കലശം ഒഴിക്കുന്നു, അതിലൂടെ നടക്കുന്നതായ ന്യായവിധികൾ. ഇങ്ങനെയാണ് ആ 19 വരെയുള്ള അധ്യായത്തിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് മഹാപീഡന കാലത്ത് നടത്തപ്പെടുന്ന ന്യായവിധിയുടെ ആ രീതി പറഞ്ഞതാണ്. അതിലാദ്യം മുദ്രകൾ പൊട്ടിക്കുന്നു. നമ്മൾ ഇതുവരെ ചിന്തിച്ചത് 5 മുദ്രകൾ പൊട്ടിച്ച കാര്യമാണ്. 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ശ്രദ്ധിച്ചോണം. 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ 4 മുദ്രകൾ പൊട്ടിച്ചു. അതിലും ഓരോ പാരഗ്രാഫുകളിൽ 2 വാക്യങ്ങൾ വീതം പറയുന്നുണ്ട്. ആദ്യത്തെ 2 വാക്യത്തിൽ 1-ാം മുദ്ര പൊട്ടിക്കുന്നു, രണ്ടാമത്തെ 2 വാക്യത്തിൽ 2-ാം മുദ്ര പൊട്ടിക്കുന്നു, അടുത്ത 3-ാം സെക്ഷനിൽ 3-ാം മുദ്ര പൊട്ടിക്കുന്നു, 4-ാമത്തെ സെക്ഷനിൽ 4-ാം മുദ്ര പൊട്ടിക്കുന്നു. അങ്ങനെ 8 വാക്യങ്ങളിലൂടെ 4 മുദ്രകൾ പൊട്ടിച്ചു. 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഒരു വെള്ളക്കുതിര പുറത്തു വരുന്നു. 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ചുവന്ന കുതിര പുറത്തു വരുന്നു. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കറുത്ത കുതിരയാണ് പ്രത്യക്ഷപ്പെട്ടത്. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ മഞ്ഞ കുതിര പ്രത്യക്ഷമായി. ഇതെന്ന് പറഞ്ഞാൽ ഇത് പ്രത്യക്ഷമാകുന്നതിലൂടെ നടക്കുന്ന സംഭവങ്ങൾ അറിയാമല്ലോ. ആദ്യം രംഗപ്രവേശനം ചെയ്തത് അന്തിക്രിസ്തുവാണ്. അന്തിക്രിസ്തുവിൻ്റെ ആരോഹണത്തോടുകൂടെ ലോകം അതിഭയങ്കരമായ കയ്പിലേക്കും ന്യായവിധിയിലേക്കും ചോരച്ചൊരിച്ചിലേക്കും അസമാധാനത്തിലേക്കും കൊപ്പുകുത്തി വീഴുവാനായിട്ടിടയായി തീർന്നു. നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തു ലോകത്തിൽ അവതാരം ചെയ്തതിലൂടെ എന്താ സംഭവിച്ചത്? നമുക്കറിയാം, സകല മനുഷ്യർക്കും രക്ഷാകരമായ
ദൈവകൃപ ഉദിച്ചു. ക്രിസ്തുവിലൂടെ ദൈവകൃപ ഉദിച്ചപ്പോൾ, ദൈവിക ബോധം മനുഷ്യന് കൈവന്നപ്പോൾ, സമാധാനം കൈവന്നപ്പോൾ, എന്ന് വേണ്ട സകല നന്മകളും മനുഷ്യന് കൈവന്നപ്പോൾ, എതിർ ക്രിസ്തുവായ അന്ത്യക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയോടുകൂടെ നേരത്തെ പറഞ്ഞതിൻ്റെ നേർ വിപരീതമായ കയ്പിൻ്റെ അനുഭവങ്ങളാണ് രംഗപ്രവേശനം ചെയ്തത്. അതൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞതാണ്. രണ്ടാമത്തത് ചുവന്ന കുതിര, യുദ്ധത്തോട് ബന്ധപ്പെട്ട കെടുതികളും ചോര ചൊരിച്ചിലുമാണ്. മൂന്നാമത് സംഭവിച്ചത് അതിൻ്റെ ഫലമായിട്ട് മരണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നത് ക്ഷാമം. പിന്നെ നമ്മൾ വായിക്കുന്നത് മരണം. അപ്പോൾ ഇങ്ങനെയാണ് ആ ക്രമത്തിൽ 4 മുദ്രകൾ പൊട്ടിച്ചപ്പോൾ ഉണ്ടായ അനന്തര ഫലങ്ങളെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ആദ്യത്തെ 4 മുദ്രകൾ പൊട്ടിച്ചതിലൂടെ ഉണ്ടാകുന്നത് രാഷ്ട്രീയ ഗതിക്ക് വ്യത്യാസം വരുന്നു. പൊതുവിലുള്ള മനുഷ്യരുടെ ജീവിത നിലവാരം തകിടമറിയുന്നു. സാമ്പത്തിക പരാതി വരുന്നു, മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നു, ആഗോളതലത്തിലുള്ള വ്യാധികളും ദുരിതങ്ങളും തമ്മിൽ ആളുകൾ കൊന്നൊടുക്കുന്ന രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടുകയാണ് ആദ്യത്തെ 4 ഈ മുദ്രകൾ പൊട്ടിക്കുന്നതിലൂടെ. അത് അന്ത്യക്രിസ്തുവും അവൻ്റെ ആളുകളും ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഒടുവിൽ നമ്മൾ പഠിച്ചതിൽ എന്താ സംഭവിച്ചത്? മതപീഡ. അതാണ് 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഉണ്ടായത്. സുവിശേഷം നിമിത്തവും ദൈവവചന നിമിത്തവും അവരെ കൊന്നു. അങ്ങനെ കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾ യാഗപീഠത്തിൻ്റെ കീഴിൽ കിടന്ന് ദൈവത്തോട് നിലവിളിക്കുന്നതും, അവരുടെ നിലവിളി കേട്ട് ദൈവം അവരോട് പറയുകയാണ്, നിങ്ങൾ ബഹളമൊന്നും വയ്ക്കണ്ട, അല്പസമയം കൂടെ ഇങ്ങനെ സ്വസ്ഥമായിരിക്കുക. നിങ്ങളുടെ നിലവിളി അവിടെ എത്തിയിട്ടുണ്ട്. ദൈവത്തിനറിയാം നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹം സഫലമാകാൻ ഇനി അല്പസമയം കൂടെ ഉണ്ട്. അവിടെ ഒരു വാക്കുണ്ട്, അല്പകാലം കൂടെ നിങ്ങൾ സ്വസ്ഥമായിട്ട് പാർക്കണം. ബാക്കി കാര്യങ്ങൾ അതിൻ്റെ ക്രമത്തിൽ നടക്കേണ്ടതുപോലെ നടക്കേണ്ട സമയത്ത് ദൈവം നടത്തും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചത് 6-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ 6-ാം മുദ്ര പൊട്ടിക്കുന്നു. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? തികച്ചും വ്യത്യസ്തമാണ്, പ്രകൃതിക്ഷോഭമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഉണ്ടായ അനന്തര സംഭവങ്ങൾ അപഗ്രഥിക്കുമ്പോൾ അതിനകത്ത് അന്തർലീനമായിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് എന്തോന്നാണ്? പ്രകൃതിക്ഷോഭം. ഈ പ്രകൃതിക്ഷോഭം എന്ന് പറയുമ്പോൾ പ്രകൃതിക്ഷോഭം മഹാപീഡന കാലത്ത് മാത്രമല്ല നടക്കാൻ പോകുന്നത്. പ്രകൃതി ഉണ്ടായത് മുതൽ പ്രകൃതിക്ഷോഭവും ഉണ്ടായിട്ടുണ്ട്. സൂര്യൻ ഉണ്ടായത് മുതൽ സൂര്യനിൽ വ്യതിയാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. കടലുണ്ടായത് മുതൽ കടൽക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. കരയും അതുപോലുള്ളതായ മലയും പർവ്വതങ്ങളും കുന്നുകളും താഴ്വരകളൊക്കെ എന്നുണ്ടായോ അതുമുതൽ തന്നെ അതിൻ്റെതായ ഫലമായിട്ടുള്ള സൈഡ് എഫക്റ്റുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ അതുപോലെ ഉള്ളതല്ല ഈ പറയുന്നത്. ഈ ഉണ്ടായതെന്ന് നമ്മൾ കേൾക്കുകയോ കാണുകയോ വായിച്ചറിയുകയോ ഒക്കെ ചെയ്തിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ, അതായത് ഉണ്ടായതെല്ലാം ഇങ്ങനെ പറയുമല്ലോ, ഒരു സാമ്പിൾ പഠിക്കട്ടെ, സാമ്പിളാണ്. ആ സാമ്പിളുകളുടെ ശരിയായ അതിൻ്റെ പൂർത്തീകരണമാണ് ഈ പറയുന്ന സമയത്ത് നടക്കാൻ പോകുന്നത്. ഇനിയും ഒരു കാര്യം കൂടി ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറയാം. ഈ 6-ാം അധ്യായം ഇന്ന് നമ്മൾ വായിച്ച 12 മുതലുള്ള ഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ കർത്താവായ യേശുക്രിസ്തു ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ ചെന്നൊരു ഒന്ന് ചോദിക്കുന്നല്ലോ, നിൻ്റെ വരവിനും ഈ ലോകാവസാനത്തിന് അടയാളമെന്തെന്ന്. അപ്പോൾ അവരോട് പറയുന്ന കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ അക്ഷരം പ്രതി ഓരോന്നായി നടക്കുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെയും ഞാൻ പറയാം, മത്തായി 24-ാം അധ്യായം, ലൂക്കോസ് 21-ാം അധ്യായം, മർക്കോസ് 13-ാം അധ്യായം, ഈ മുതലായ അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വരവോട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ദൈവസഭയെ ചേർക്കുന്നതിന് കർത്താവ് വരുന്ന വരവിൻ്റെ അടയാളം അല്ല. ഇതെപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ പതിച്ചിട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് ഉറക്കത്തിൽ തട്ടിണർത്തി ചോദിച്ചാലും പറയണം. പിന്നെ നമ്മുടെ ഇടയിൽ ദൈവദാസന്മാർ, ഞാനും തന്നെ എത്രയോ ഇടങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളെല്ലാം ഇപ്പം പറഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അടയാളങ്ങൾ കർത്താവിൻ്റെ വരവിൻ്റെ അടയാളമായിട്ട് സാദൃശ്യപ്പെടുത്തി ദൃഷ്ടാന്തമാക്കി
പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രസംഗിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. എന്തുകൊണ്ടെന്നറിയാമോ? സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടല്ലയോ മറ്റു സംഭവം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് പറയുന്നതിൽ തെറ്റില്ല. പറയുന്നവരും പറയുമ്പോൾ കേൾക്കുന്നവരും ഈ വിഷയം ഓർത്തുകൊള്ളണം. അതെല്ലാം വരാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ളത് മാത്രമാണ്, അല്ലാതെ അതല്ല. പിന്നെ ആ പറയുന്ന മത്തായി 24, ലൂക്കോസ് 21, മർക്കോസ് 13 പോലുള്ള അധ്യായത്തിൽ പറയുന്നത് എന്തിൻ്റെ അടയാളം എന്ന് ചോദിച്ചാൽ അത് മഹത്വപ്രത്യക്ഷതയ്ക്ക് മുമ്പ് നടക്കേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ മഹത്വപ്രത്യക്ഷതയിൽ യേശുക്രിസ്തു വെളിപ്പെടുവാൻ പോകുന്നതിൻ്റെ അടയാളമാണ്. ക്ലിയർ ആയോ? പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ മഹാപീഡനത്തിൽ നടക്കുന്നതെല്ലാം, മഹാപീഡനം കഴിഞ്ഞാൽ ഉടനെ നടക്കുന്നത് ഏതാണ്? മഹത്വപ്രത്യക്ഷതയാണ്. യേശുക്രിസ്തുവിൻ്റെ മഹത്വപ്രത്യക്ഷത അതിൻ്റെ മുന്നോടിയായി നടക്കേണ്ട കാര്യങ്ങളാണ്. ആകട്ടെ, നമുക്കൊരു ഏതാണ്ട് ഒരു ധാരണ അങ്ങനെ വന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. 6-ാം അധ്യായം 12-ാമത്തെ വാക്യം. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു എന്തുണ്ടായി? ഭൂകമ്പമുണ്ടായി. വെളിപ്പാട് പുസ്തകത്തിൽ 3 ഭൂകമ്പത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതെല്ലാം ഇപ്പോൾ വിവരിക്കാൻ വരുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിൽ 3 ഭൂകമ്പം. അതിൽ ഒന്നാണ് ഇപ്പോൾ വായിച്ച ഭൂകമ്പം. ആ ഭൂകമ്പത്തിനൊരു പേര് കൊടുത്തിട്ടുണ്ട്. എങ്ങനത്തെ ഭൂകമ്പം എന്നാണ്? എന്ത് ഭൂകമ്പം? വലിയ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? വലിയ ഭൂകമ്പവുമുണ്ട്, പിന്നെ ചെറിയ ഭൂകമ്പവുമുണ്ട്. നമ്മുടെ രാജ്യത്ത് പലയിടത്തും ഭൂകമ്പമുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ലക്ഷങ്ങൾ മരിച്ചിട്ടുണ്ട്. ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഈ ഭൂകമ്പത്തിൻ്റെ അളവ് പറയുന്ന റിക്ടർ സ്കെയിൽ അളവിൽ പറഞ്ഞാൽ 6.5, 7 എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ളതാണ്. ഈ ലത്തൂരിലും മറ്റുമൊക്കെ നടന്നിട്ടുള്ള ഭയങ്കര ഭൂകമ്പം എന്ന് പറയുന്നത് 6.5 എന്നുള്ള അനുപാതത്തിലുള്ള ഒരിതാണ്. അതും ഈ പറഞ്ഞ വലിയ ഭൂകമ്പം എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഈ ചെറിയ ഭൂകമ്പങ്ങൾ പോലും നമുക്ക് ഇത്രയും ഭീകരത വരുത്തുന്നുവെങ്കിൽ, അനന്തരഫലങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിൽ, അതിൻ്റെ വലിയ ഭൂകമ്പം മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. ആട്ടെ, അങ്ങനെ ഒരു ഭൂകമ്പം നടക്കാൻ പോകുന്നു. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഭൂമിയിൽ ഭൂകമ്പം ഉണ്ടാകുന്നു. ഇനി 2 കൂടി ഞാൻ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ചിന്തിച്ച് വരുമ്പോൾ വിശദീകരിക്കും. ഇപ്പോൾ ഒന്ന് വായിച്ചൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി വായിക്കാം. 1-ാമത്തത് ഇവിടെയാണ്. 2-ാമത്തത് 11:13. പെട്ടെന്നൊന്ന് വായിക്കണേ. 11:13. ഇതാണ് 2-ാമത് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ. ഇനി 3-ാമത്തത് 16-ാം അധ്യായം 18-ാമത്തെ വാക്യം. 16:18. കണ്ടോ? വെളിപ്പാട് പുസ്തകത്തിൽ 3 ഭൂകമ്പത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായി കാണും. ആ 3 എന്ത് ഭൂകമ്പമാണ് പറയുന്നത്? അത് തന്നെ, വലിയ ഭൂകമ്പം. അതാ ഞാൻ പറഞ്ഞത്, ഭൂകമ്പം പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ സംഭവിക്കാൻ പോകുന്ന ഭൂകമ്പം എന്ന് പറയുന്നത് ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു ഭൂകമ്പമായിരിക്കും. വലിയ ഭൂകമ്പം എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഓർക്കുക. ആട്ടെ, ഇനി ഈ ഭൂകമ്പത്തിൻ്റെ കാരണം എന്താണ്? ഭൂകമ്പത്തിൻ്റെ കാരണമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ, അതിനെക്കുറിച്ച് ആധികാരികമായി പറയാനുള്ള ഒരു ശാസ്ത്രീയ ഗവേഷകനൊന്നുമല്ല ഞാൻ. ഈ ചിലതൊക്കെ വെളിപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നും വായിച്ച് മനസ്സിലാക്കി പറയുന്നതാണ്. ഭൂമിയുടെ അന്തർഭാഗത്തുണ്ടാകുന്ന സമ്മർദ്ദം, ഭൂമിയുടെ ഉള്ളിലുണ്ടാകുന്ന സമ്മർദ്ദ തരംഗങ്ങൾ നിമിത്തമാണ് ഭൂമിക്ക് എന്തുണ്ടാകുന്നത്? ഇളക്കം സംഭവിക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്നൊക്കെ വിവരിക്കേണ്ട ആവശ്യം നമുക്കില്ല. പലയിടത്തും പല തലങ്ങളിലാണ്, പല രീതികളിലാണ് അത് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് ശാസ്ത്രീയമായിട്ടുള്ളതാണ്. പക്ഷേ വേദപുസ്തകത്തിൽ പറയപ്പെട്ടിട്ടുള്ള ഭൂകമ്പങ്ങൾ പലതും ഈ രീതിയിലെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിനും വ്യത്യസ്തമാണ്. ദൈവം ഭൂമിയെ എന്ത് ചെയ്യുന്നു? ഇളക്കുന്നു. മനഃപൂർവ്വം, ബോധപൂർവം ദൈവം ചിലയിടങ്ങളിൽ ഇങ്ങനെ ഭൂകമ്പം വരുത്തുന്നു. അതിന് കാരണം ദൈവത്തിന് ആ ഭൂകമ്പത്തിൻ്റെ പിമ്പിൽ ചില ഉദ്ദേശ്യങ്ങളുണ്ട്. ഉദാഹരണം, ആമോസിൻ്റെ പ്രവചനം എടുത്തേ. ആമോസിൻ്റെ പ്രവചനം 1-ാം അധ്യായം. ആമോസിൻ്റെ പ്രവചനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം.
ഇവിടെ ഒരു ഭൂകമ്പത്തിൻ്റെ കാര്യം പറയുന്നു. ആ ഭൂകമ്പം നടക്കുന്ന സമയത്ത് അതാതിടങ്ങളിൽ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ കാര്യവും പറയുന്നു. ആ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരാളിൻ്റെ പേര് എടുത്തു പറയേണ്ടതാണ് ഉസിയാവ്. ഉസിയാവ് ഭരിച്ചിരുന്ന സമയത്തൊരു ഭൂകമ്പം ഉണ്ടായെന്നാണ്. ആ ഭൂകമ്പത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഭൂകമ്പത്തിൻ്റെ കാരണക്കാരനായ ഒരാളാണ് ആരെന്നറിയുന്ന ഉസിയാവ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ചെയ്തിട്ടുള്ള ക്രമക്കേടുകളൊക്കെ നിങ്ങൾക്കറിയാം. ദൈവാലയത്തിനകത്ത് അനധികൃതമായിട്ട് കയറിപ്പോയി ദൈവിക പ്രമാണങ്ങളെ ലംഘിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വ്യവസ്ഥകളെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ പുരോഹിതന്മാർക്കെതിരെ കയർത്ത എത്രയോ സംഭവങ്ങൾ വ്യക്തമായിട്ട് തിരുവെഴുത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിലെ സത്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇടപെടൽ അതിൻ്റെ പുറകിലുണ്ടായിട്ടുണ്ട്. അത് ഭൂകമ്പമായി പരിണമിപ്പാനായിട്ടിടയായി. ഇതിൻ്റെ വിശദാംശങ്ങളൊന്നും നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടില്ല എന്നുള്ളതൊരു പ്രത്യേക കാര്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ന്യായവിധി എന്നോണം ഇത് സംഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, യേശുക്രിസ്തു കാൽവറിയിലെ ക്രൂസിൽ മരിക്കുന്ന സമയത്ത്, തൻ്റെ പ്രാണൻ അർപ്പിച്ചുകൊണ്ടുള്ള ക്രൂശീകരണം നടക്കുന്ന സമയത്തും എന്തുണ്ടായെന്ന് വായിക്കുന്നുണ്ട്. അതൊക്കെ അറിയാവുന്നതായതുകൊണ്ട് ഞാൻ എടുത്ത് വായിക്കുന്നില്ല. ഭൂകമ്പം ഉണ്ടായി എന്ന് വായിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം അതാത് ഇടങ്ങളിൽ, അത് ദൈവപുത്രൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ പ്രകൃതിയിലുണ്ടായ വ്യതിയാനങ്ങൾ, അവിടുത്തെ ദൈവത്വത്തെ വെളിപ്പെടുത്തുകയോ അവിടുത്തെ നീതിയെ വെളിപ്പെടുത്തുകയോ അവിടെ നിന്ന് എന്തായിരുന്നു എന്നുള്ളതിൻ്റെ ആ മഹത്വം, അതിൻ്റെ മഹത്വത്തിൻ്റെ പ്രഭ വെളിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതായിരിക്കാം എന്ന് കരുതുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇതിനെല്ലാം അപ്പുറമായിട്ട് ഭൂകമ്പത്തിന് വ്യക്തമായ ഒരു കാരണം പറയുന്ന വേദഭാഗം ഞാനൊന്ന് ഓർപ്പിക്കാം. യെശയ്യാവിൻ്റെ പ്രവചനം എടുത്ത് 24-ാം അധ്യായം, യെശയ്യാവ് 24-17 മുതലുള്ള വാക്യം നോക്ക്. 17 മുതൽ, യെശയ്യാവ് 24-17 മുതൽ. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നു? കുലുങ്ങുന്നു. അടുത്ത് എന്നിട്ട് ഈ വാക്കുകളെല്ലാം കേട്ടോ. ഭൂമി കിടുങ്ങുന്നു, വിറയ്ക്കുന്നു, പൊട്ടുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകി കാവൽ മാടം പോലെ ആടി ഉലയുകയാണ് എന്ന് പറഞ്ഞാൽ, പച്ചയ്ക്ക് പറഞ്ഞാൽ ഭൂകമ്പം ഉണ്ടാകുന്നു. ഇനി കാരണം, അതിൻ്റെ കാരണമാണ് ഇനി 20-ാമത്തെ വാക്യം നോക്ക്. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽ മാടം പോലെ ആടുന്നു. അടുത്ത് അതാണ് അതിൻ്റെ അകൃത്യം അതിന്മേൽ എന്തായിരിക്കുന്നു? ഭൂമിക്ക് ഭാരമായിരിക്കുന്നത് പാറയല്ല, ഭൂമിക്ക് ഭാരമായിരിക്കുന്നത് മരങ്ങളല്ല, ഭൂമിക്ക് ഭാരമായിരിക്കുന്നത് കെട്ടിടങ്ങളല്ല, ഭൂമിക്ക് ഭാരമായിരിക്കുന്നത് മനുഷ്യൻ്റെ അകൃത്യം. എന്ത് വ്യക്തമായിട്ടാണ് പരിശുദ്ധാത്മാ വാക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് മത്തനെ പോലെ ചാഞ്ചാടുന്നു, എന്തുകൊണ്ട് ആടി ഇളകുന്നു, പൊടുപൊടെ പൊട്ടുന്നു, കിറുകിറ കീറുന്നു, ഭൂമി പൊട്ടുന്നു, ഭൂമി ഇളകുന്നു. അതിൻ്റെ അകൃത്യം, പാപം അതിന്മേൽ ഭാരമായിരിക്കുന്നു. ഇനി അതേ അധ്യായം തന്നെ 5-ാമത്തെ വാക്യം നോക്ക്. 5-ാമത്തെ വാക്യം, ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു. പിന്നെ ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് ഭൂമി അശുദ്ധമായിരിക്കുന്നു. ഭൂമി ആരിലൂടെ അശുദ്ധമായി? മനുഷ്യരിലൂടെ, അതിൻ്റെ നിവാസികളിലൂടെ അശുദ്ധമായിരിക്കുന്നു. എത്രയോ ശരിയായ കാര്യം. ഇന്ന് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിൽ നടക്കുന്ന ഓരോ പ്രവൃത്തികൾ നോക്കിക്കേ. അതൊന്നും ഇവിടെ ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. പത്രമാധ്യമങ്ങളൊക്കെ വായിക്കുന്നവർക്കറിയാം. നമ്മുടെ ഇടയിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ തന്നെ 4 പാടും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അറിയാം. ഭൂമി മലിനം, ആ വാക്ക് കണ്ടോ, ഭൂമി മലിനമായിരിക്കുന്നു. അതുകൊണ്ട് ദൈവം ഭൂമിയുടെ മേൽ നടത്തുന്ന ന്യായവിധി വിവരിക്കേണ്ട ആവശ്യമില്ല, ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ വിഷയത്തിലേക്ക് ഒരുപാട് വരാൻ കിടക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ ആ അകൃത്യം പെരുകി അതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ എത്തുന്ന ആ ടൈമിൽ ദൈവം ഭൂമിയുടെ മേൽ വരുത്തുന്ന ഒരു ന്യായവിധിയാണ്. ഭൂമിയുടെ മേൽ എന്ത് വരുത്തുന്നു? ഭൂകമ്പം വരുത്തുന്നു. വലിയ ഭൂകമ്പമുണ്ടായി, ഭൂമിയെ ഇളക്കാൻ പോകുന്നു.
അതിന് ശാസ്ത്രീയ വശത്ത് പറയുന്ന പല കാരണങ്ങൾ കാണാം. അതിനൊക്കെ അപ്പുറമായിട്ട് ഈ പുസ്തകം വിശ്വസിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ നമ്മൾ ഓർക്കണം, മനുഷ്യൻ്റെ പാപം നിമിത്തം ദൈവം ഭൂമിയോട് കണക്ക് ചോദിക്കുന്ന ഒരു കാര്യമായിട്ട് അതിരിക്കുകയാണ്. ഇനി നമുക്ക് 6-ാം അധ്യായത്തിലേക്ക് വീണ്ടും വരാം. അങ്ങനെ മഹാപീഡന സമയത്ത് ന്യായവിധി എന്നോണം ഭൂകമ്പമുണ്ടാകുന്നു. അത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്നു. 6:12 സൂര്യൻ കരിമ്പണം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും എന്തായി. അപ്പോൾ സൂര്യനിലും ചന്ദ്രനിലും ലക്ഷ്യങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കുന്നു. ഈ ചില വ്യാഖ്യാതാക്കൾ, ഈ ബൈബിൾ വ്യാഖ്യാതാക്കളായ ചില ആളുകൾ വെളിപ്പാട് പുസ്തകത്തിലെ ഇമാതിരിയുള്ള ചില ഭാഗങ്ങളെ അക്ഷരിക വ്യാഖ്യാനമായി എടുക്കരുത് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഇതൊരു ആലങ്കാരിക വ്യാഖ്യാനമായി എടുത്താൽ മതി, ഒരു ഭാവനയായിട്ട്, ഒരു സാങ്കല്പികമായിട്ടൊക്കെ എടുത്താൽ മതി, അല്ലാതെ ഇതിനെ അക്ഷരം പ്രതി ഒന്നും ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. ചില ഭാഗങ്ങൾ ആലങ്കാരികമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും എല്ലാ ഭാഗങ്ങളും അങ്ങനെയായി വിടുന്നത് ശരിയല്ല. കാരണം ഇവിടെ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ നാളുകൾക്ക് മുമ്പേ കർത്താവ് രേഖപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. വീണ്ടും നമുക്ക് നോക്കാം. മത്തായി 24-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 24:29 നോക്കിക്കേ. മത്തായി 24:29. കണ്ടോ, സൂര്യനും ഇരുളുന്നു, ചന്ദ്രനും ഇരുളുന്നു, പിന്നെ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആകാശത്തിലെ ശക്തികൾ, ആകാശത്തട്ടുകൾ ഇളക്കം സംഭവിക്കും. അതിഭയാനകമായ ലക്ഷ്യങ്ങൾ ആകാശത്തുണ്ടാകും. ഇനി ലൂക്കോസ് 21 ഈ കാര്യം പറയുന്നുണ്ട്. ലൂക്കോസ് 21:25-26 വാക്യം. ലൂക്കോസ് 21:25-26 വാക്യങ്ങൾ കണ്ടോ. ഇവിടെ ആ മൂന്നും, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, ആ ക്രമത്തിൽ മത്തായിയിലും അത് നമ്മൾ വായിച്ചു. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം. ഇപ്പോൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഭാഗത്തും അത് തന്നെ ഉണ്ട്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം. കർത്താവ് മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുമ്പുള്ള അടയാളമായി പറയുമ്പോഴാണ് ലൂക്കോസിലും മത്തായിലും പറഞ്ഞത് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും എന്ത് സംഭവിക്കും? ലക്ഷ്യങ്ങളുണ്ടാകും, ആകാശ ശക്തികൾക്ക് ഇളക്കം സംഭവിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് മൂന്നും കൂടെ, അതായത് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, ഇത് മൂന്നും കൂടെ ചേർത്ത് മൊത്തത്തിൽ പറഞ്ഞാൽ അവകളിൽ വരുന്ന വ്യതിയാനങ്ങൾ നിമിത്തം ആകാശ ശക്തികൾക്ക് എന്ത് സംഭവിക്കും? ഇളക്കം. നമ്മൾ പണ്ടേ പാടി വരുന്ന ഒരു പ്രത്യാശ നിർഭരമായ ഒരു പാട്ടുണ്ടല്ലോ, എന്തോ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കുക. അതിലൊരു ചരണം ഈ വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ആകാശത്തിൻ ശക്തി ഇളകുന്നതാൽ ഭൂവിലെന്തോ നോർത്തുകൊണ്ട്, ആകാശത്തിൻ കൊണ്ട് ജനം പേടിച്ചു നിർജീവരായിടുന്നേ ഒരുങ്ങീടാം. ജനം പേടിച്ചു നിർജീവരായിടുന്നേ ഒരുങ്ങി. വളരെ ശ്രദ്ധേയമായ വരികൾ തന്നെയാണ് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് അക്ഷരം പ്രതി അത് പറഞ്ഞിങ്ങ് താഴെ വരണമെന്ന് അർത്ഥമില്ല. നക്ഷത്രങ്ങളുടെ കാര്യം പറയുമ്പോൾ ഒരു വാക്കുണ്ട്. നക്ഷത്രത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഭൂമിയെക്കാളും വലിപ്പമുള്ളതാണ് ഒരു നക്ഷത്രം എന്ന് പറയുന്നത്. ചെറിയ നക്ഷത്രങ്ങളും വലിയ നക്ഷത്രങ്ങളൊക്കെ ഉണ്ട്. ആലിപ്പഴം പഴുത്ത് താഴെ വീഴുന്നത് പോലെ നക്ഷത്രങ്ങൾ വീഴുമെന്ന് പറയുന്നത് ഒരുപക്ഷെ യുക്തി കൊണ്ട് ചിന്തിക്കുന്ന ഒരാളിന് അത് അസംഭവമാണ്, ബൈബിൾ വിഡ്ഢിത്വമാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ സംഭവിക്കുമോ എന്ന് പക്ഷേ ചിന്തിച്ചേക്കാം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കസേര, ആ കസേരയുടെ പുറത്ത് ഇതുപോലെ 4 മടങ്ങ് വലിപ്പമുള്ള ഒരു കസേര വന്ന് ഇരുന്നു എന്ന് പറഞ്ഞാൽ ഈ ചെറിയ കസേരയുടെ സ്ഥിതി പിന്നെ നമുക്ക് ഊഹിക്കാവുന്നതിലപ്പുറമാണ്. അങ്ങനെ സംഭവിച്ചാൽ ഇതുപോലെ ഒരു നക്ഷത്രം ആകാശത്തു നിന്ന് പറഞ്ഞു വന്ന് ഭൂമിയുടെ മേൽ പതിക്കുക എന്ന് പറഞ്ഞാൽ ബോധമുള്ളവർ ഒന്നും അത് ഉൾക്കൊള്ളത്തില്ല. പക്ഷേ വേദപണ്ഡിതന്മാർ പറയുന്നത് അക്ഷരം പ്രതി ഒരു നക്ഷത്രം തന്നെ പറഞ്ഞു വരണമെന്നില്ല. ഈ
കൊള്ളിമീൻ വീഴുക എന്ന് പറയുന്നതും ഉൾക്ക വീഴുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ആകാശത്തു നിന്ന് പറഞ്ഞു വന്ന് വീഴുന്നു. അങ്ങനെ സംഭവിച്ചാൽ പോലും ഈ വേദഭാഗത്തിൻ്റെ നിവൃത്തി എന്ന് പറയുന്നതിന് തെറ്റില്ല. കർത്താവ് പറഞ്ഞത് ആകാശത്തിലെ ശക്തികൾ ഇളകും, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളും എന്തുണ്ടാകും? ലക്ഷ്യങ്ങളുണ്ടാകും എന്ന് പറഞ്ഞാൽ അവയിലൊക്കെ എന്തുണ്ടാകും? അടയാളങ്ങളുണ്ടാകും. അതിൽ വരുന്ന വ്യതിയാനങ്ങൾ ഭൂവാസികൾക്ക് ഒരു അടയാളമാണ്. എന്തിൻ്റെ അടയാളം? അവൻ അടുക്കൽ വാതിൽക്കൽ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് എന്നതിന് സംശയമില്ല. പിന്നെ ആകാശ തട്ടുകൾക്ക് ഇളക്കം വരുമെന്ന് നമ്മൾ വായിച്ചു. അതൊക്കെ അക്ഷരീകമായിട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ശാസ്ത്രജ്ഞന്മാർ അതൊക്കെ ഇന്ന് സമ്മതിക്കുന്നു. ഈ നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഈ ആകാശമുണ്ടല്ലോ, അതിങ്ങനെ പല അടുക്കുകളായിട്ട്, പല തട്ടുകളായിട്ടാണ് അത് ദൈവം നിർമ്മിച്ചിരിക്കുന്നത്. എന്തിന് ഈ തട്ടുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഭാഗമെന്ന് പറയുന്നത്, സൂര്യൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ കാണുന്നതിനൊക്കെ എത്രയോ അപ്പുറമായിട്ടുള്ള ഒരു പ്രകാശഗോളമാണ്. ആ സൂര്യൻ്റെ പ്രകാശം അതിൻ്റെ പൂർണ്ണ രീതിയിൽ ഭൂമിയിലേക്ക് ഇങ്ങനെ പതിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ചൂടിനെ സഹിച്ചു നിൽക്കാൻ നമുക്ക് പറ്റത്തില്ല. ആ പ്രഭയുടെ മുമ്പാകെ പിടിച്ചു നിൽക്കാൻ ഒരു മനുഷ്യനും പറ്റുകയില്ല. അതുകൊണ്ട് ഭൂവാസികൾക്ക്, മനുഷ്യർക്ക് സ്വൈരമായി പാർക്കുവാനുള്ള ഒരു പ്രദേശമാണ് ഭൂമി. അപ്പോൾ നമുക്ക് സ്വൈരമായിട്ട് ഇവിടെ പാർക്കുന്നതിന് പറ്റിയ വിധത്തിലുള്ള ചൂട് മാത്രമേ നമുക്ക് കിട്ടാവൂ. അതിനുവേണ്ടി ദൈവം സൂര്യൻ്റെ താപത്തെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി ആകാശത്തിൽ വലയം ചെയ്തിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? തട്ടുകൾ. അതിനെ ഓസോൺ പ്രതലം എന്നാണ് ശാസ്ത്രനാമത്തിൽ പറയുന്നത്. ഓസോൺ പ്രതലം. ഇപ്പോൾ പൊതുവേ നിങ്ങളൊക്കെ വായിക്കുകയൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ശാസ്ത്രീയമായി അത് വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഓസോൺ പ്രതലത്തിന് സുഷിരം വീഴാൻ തുടങ്ങി, കിഴുത്തകൾ വരാൻ തുടങ്ങി എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അരിപ്പുണ്ടല്ലോ, അരിപ്പിൽ മാവ് അരിച്ചു കഴിഞ്ഞാൽ ആ അരിപ്പിൻ്റെ ഹോളിലൂടെ മാവ് താഴെ വീഴും എന്നതുപോലെ ആകാശ തട്ടുകൾക്ക് അരിപ്പ പോലെ ഹോള് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? സൂര്യൻ്റെ ചൂട് പഴയതുപോലെ ഈ തട്ടുകൾക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധത്തിൽ തട്ടുകളെയും ഭേദിച്ചുകൊണ്ട് നേരെ എങ്ങോട്ട് പതിക്കുന്നു? ഭൂമിയിൽ പതിക്കുന്നു. അത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരുന്നതിനും അത്യുഗ്രമായ ചൂട് വർദ്ധിക്കുന്നതിനും ഇടയായിത്തീരുന്നു. എന്തുകൊണ്ട് ഈ തട്ടുകൾക്ക് ഇങ്ങനെ ഇളക്കം സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിന് ശാസ്ത്രീയ വശത്ത് പറയുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത്, അനധികൃതമായിട്ടും അമിതമായിട്ടും ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങുന്ന ഈ ഫാക്ടറികളിലും മറ്റുമൊക്കെ ഉണ്ടാകുന്ന വിഷദ്രാവകങ്ങൾ, പുകകൾ. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ മുമ്പിൽ അത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നതല്ല. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതിലൊക്കെ എത്രയോ അപ്പുറമായിട്ടുള്ള പുക പടലങ്ങൾ മുകളിലേക്ക് പൊങ്ങുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വേറെ ഒരു കാലത്തുമില്ലാത്ത വിധത്തിൽ ഇപ്പോൾ ഈ ബഹിരാകാശ പേടകങ്ങൾ കഴിഞ്ഞ കാലങ്ങളെക്കാളൊക്കെ അധികമായിട്ട് എല്ലാ രാജ്യങ്ങളും ആകാശത്തിലേക്ക് വിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവകളുടെ സഞ്ചാര താണ്ഡവമെന്ന് പറയാം. അവകളുടെ സഞ്ചാരവും ഈ ആകാശ തട്ടുകൾക്ക് എന്ത് വരുത്തിക്കൊണ്ടിരിക്കുന്നു? കേട് വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇങ്ങനെയുള്ള രീതിയിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ആകാശത്തിലെ ശക്തികൾക്കെല്ലാം എന്ത് വന്നുകൊണ്ടിരിക്കുന്നു? ഇളക്കം വരുന്നു എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇത് അതിൻ്റെ ആ പൂർണ്ണ രൂപത്തിൽ വെളിപ്പെട്ട് രംഗത്തേക്ക് വരുന്ന സമയമാണ് മഹാപീഡന കാലം. അതിൻ്റെ ഒരു സൂചന ഇപ്പോഴൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ആ വിഷയത്തിലേക്ക് വരാം. വീണ്ടും 6-ാം അധ്യായത്തിലേക്ക് വരാം. ആകാശത്തിലെ സൂര്യൻ, ചന്ദ്രൻ, പിന്നെ നക്ഷത്രങ്ങൾക്കെല്ലാം സംഭവിക്കുന്ന കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഇരുട്ടിൻ്റെ കാര്യം പറയുന്നല്ലോ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഒരു ഇരുട്ടുണ്ടായിട്ടുള്ള സംഭവം, ഇത് ഉണ്ടാകും എന്നുള്ള സംഭവത്തിന് പുറമെ ഉണ്ടായിട്ടുള്ള സംഭവം, ഇരുട്ട് ഉണ്ടാകുമെന്ന് വെളിപ്പാട് പുസ്തകത്തിലും ഇരുട്ട് ഉണ്ടായി എന്ന് പുറപ്പാട് പുസ്തകത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ ഇടയ്ക്ക് നിൽക്കുക. ഒരു ഇരുട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും ഇരുട്ടുണ്ടാകുമെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതുമാണ്. അപ്പോൾ ഉണ്ടായി, നമ്മളത് വിശ്വസിക്കുന്നു. മിസ്രൈമിലെ 10 ബാധകളിൽ ഒരു ബാധ എന്നതായിരുന്നു? ഇരുട്ടായിരുന്നു. എത്ര ദിവസത്തെ ഇരുട്ടാ അറിഞ്ഞുകൂടായോ? 3 ദിവസത്തെ കൂരിരുട്ട്, കുറ്റാക്കൂരിട്ടെന്ന് നമ്മൾ പറയില്ലയോ? അപ്പോൾ ഇരുട്ടൊന്ന് മനസ്സിൽ സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. 3 ദിവസം മനുഷ്യൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റിട്ടില്ല. സൂര്യൻ്റെ പ്രകാശം ഇല്ലാതെയാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. നമുക്ക് പവർ കട്ട് വരുമ്പോൾ തന്നെ അറിയാമല്ലോ. പവർ കട്ട് വരുമ്പോൾ മെഴുകുതിരി കൊളുത്തിയാൽ അത് കത്തും.
എമർജൻസികളൊക്കെ നമുക്ക് തെളിയിക്കാം, വെളിച്ചമുണ്ടാകും. പക്ഷേ ഈ പറയുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഒന്നും കത്തത്തില്ല, ഒന്നും തെളിയത്തില്ല. അതാണ് ഇരുട്ടെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇരുട്ടിലേക്ക് വരിക, നമുക്കത് ഇങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തോന്നാണ് ആകാശത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ, മനുഷ്യരിൽ വരുന്നതായ മാറ്റങ്ങൾ, ഭയങ്കരമായ രോഗങ്ങൾ, ക്ഷാമം, ഈ പറഞ്ഞ ഭൂകമ്പം, ഇതുപോലെയൊക്കെ ഉള്ള അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ എങ്ങനെ മനുഷ്യന് ജീവിക്കാൻ പറ്റും? മനുഷ്യൻ നിർജീവിയായി, എന്താ പറയുന്നത്, ഇത് കണ്ടിട്ട് മനുഷ്യൻ നിർജീവന്മാരായി ഓടുകയാണ്. ഉറങ്ങാൻ പറ്റുമോ? വീട്ടിൽ പാർക്കാൻ പറ്റുമോ? പണിയെടുക്കാൻ പറ്റുമോ? ഒരു സന്തോഷം ഉണ്ടാകുമോ? മറ്റേതെങ്കിലും വിധത്തിൽ ഒരു എന്താ പറയുക, ഒന്ന് രസിച്ച് സുഖിച്ച് ജീവിക്കുന്ന എന്തെങ്കിലും, മനുഷ്യനെ ഉന്മാദനാക്കി തീർക്കുന്ന നിലയിലുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റുമോ? എല്ലാ മേഖലകളും സ്തംഭിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. മഹാപീഡനമെന്ന് പറയുന്നത് തന്നെയാ ശരി. അങ്ങനെയുള്ള ഒരു കോപ ദിവസം, ക്രോധ ദിവസം. ഈ ഇരുട്ടിനെ കുറിച്ച് ആമോസ് പറയുന്നുണ്ട്. ആമോസിൻ്റെ പ്രവചനം 8-ാം അധ്യായം 9-ാമത്തെ വാക്യം നോക്ക്. ആമോസിൻ്റെ പ്രവചനം 8-ാം അധ്യായം 9-ാമത്തെ വാക്യം. ആമോസ് 8:9 നോക്കിക്കേ. അന്നാളിൽ ഞാൻ ഉച്ചയ്ക്ക് സൂര്യൻ എന്ത് ചെയ്യും? അസ്തമിപ്പിക്കും. അന്നാളിൽ ഞാൻ. ഈ വാക്യം മഹാപീഡന കാലത്ത് നടക്കേണ്ട ഒരു വാക്യമായിട്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇതിന് 2 നിവൃത്തി ഉണ്ടെന്ന് മനസ്സിലാക്കാം. അന്നാളിൽ ഞാൻ ഉച്ചയ്ക്ക് സൂര്യനെ ഇരുട്ടാക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ചരിത്രത്തിലൊന്ന് നടന്നു കഴിഞ്ഞതാണ്. യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തോട് ബന്ധപ്പെട്ടാണ്. അറിയാമല്ലോ, 3 മണിക്കൂർ സമയം എന്തായിത്തീർന്നു? ഇരുട്ടായി. അപ്പോൾ ആമോസിൻ്റെ ഈ പ്രവചനം ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോട് ബന്ധപ്പെട്ട് ഒരു ഭാഗം നിവൃത്തിയാക്കപ്പെട്ടതാണ്. ഉച്ചയ്ക്ക് ഇരുട്ടായി തീർന്നത് 12-ാം മണി നേരം മുതൽ 3-ാം മണി നേരം വരെ സംഭവിച്ച ഇരുട്ട് നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് മഹാപീഡന കാലത്തും ഇരുണ്ട് പോകുമെന്ന് പറയുന്നത് ആമോസിൻ്റെ പ്രവചനത്തിൻ്റെ സമ്പൂർണ്ണ പൂർത്തി എന്ന് വിശേഷിപ്പിക്കാം. അതിൻ്റെ ഒരു അംശീയമായ നിവൃത്തി ക്രൂശ് മരണത്തിൽ നടന്നു. അതിൻ്റെ പൂർണ്ണമായ നിവൃത്തി ഈ മഹാപീഡന കാലത്ത് നടക്കും എന്നുള്ളതാണ്. അപ്പോൾ 6-ാം മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ ഭാഗികമായിട്ടും പ്രാദേശികമായിട്ടും പലയിടങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതെല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ ക്ലൈമാക്സിൽ അക്ഷരികമായി നിവൃത്തിയാക്കപ്പെടുവാൻ പോകുന്ന കാലഘട്ടമാണ് എന്തെന്ന് പറയുന്നത്? മഹാപീഡനകാലം. ഇത്രയൊക്കെ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇതിനപ്പുറമൊക്കെ മനസ്സിലാക്കാനും പറ്റത്തില്ല, മനസ്സിലാകുകയും വേണ്ട. ഇതൊക്കെ മതി. ഇനി അതിൻ്റെ 15-ാമത്തെ വാക്യം നോക്കുക. 6-ന്റെ 15-ാമത്തെ വാക്യം. 6-15. ഇതെന്താണെന്നറിയാമോ? ഈ 12 മുതൽ 14 വരെ പറയുന്ന പ്രകൃതിയിലെ മാറ്റങ്ങളും ആകാശഗോളങ്ങളിൽ സംഭവിക്കുന്ന സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രത്തിലൊക്കെ വരുന്ന ആ മാറ്റങ്ങളിലൂടെയും സംഭവിക്കുന്ന തിക്താനുഭവങ്ങളിലൂടെ മനുഷ്യർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. 15-ാമത്തെ വാക്യം. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഭൂമിയിലെ വായിച്ച മോളെ, രാജാക്കന്മാർ, പിന്നെ മഹത്തുക്കൾ, അടുത്ത് 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 7 കൂട്ടം ആളുകളെ 7 ലിസ്റ്റിൽ അങ്ങ് പിരിച്ചു. മൊത്തം മനുഷ്യരെയും എങ്ങനെയൊക്കെ പിരിച്ചു? അവരിൽ ഒരു കൂട്ടരെ രാജാക്കന്മാരായി, മറ്റൊരു കൂട്ടർ മഹാന്മാർ, മഹത്തുക്കൾ, മസ്തിഷ്ക മല്ലന്മാർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, മഹാന്മാർ, വ്യക്തിമുദ്ര പതിപ്പിച്ചവർ, ശ്രദ്ധേയരായവർ, ഗണനീയരായവർ, സമൂഹത്തിൽ ഉന്നതരായവർ, മുമ്പേ നിൽക്കുന്നവർ, അറിയപ്പെടുന്നവർ, മഹാന്മാർ, മഹത്തുക്കൾ. പിന്നെ സഹസ്രാധിപന്മാർ. ഈ സഹസ്രാധിപന്മാരെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലോ പട്ടാളത്തിലോ ഒക്കെ ചെറിയ ഓരോ ഗ്രൂപ്പുകൾക്ക് മേലുദ്യോഗസ്ഥന്മാർ. 1000 പേർക്ക് അധിപതി, 100 പേർക്ക് അധിപതി. ഈ 100 പേർക്ക് അധിപതിയാണ് വേദപുസ്തകത്തിലൊരു സുപരിചിതമായ പദമുണ്ടല്ലോ, എന്തോന്ന് പറയുന്നത്? ശതാധിപൻ, സഹസ്രാധിപൻ എന്ന് പറയാം. അപ്പോൾ 1000 പേർക്ക് ഉന്നത അധികാരികൾ. ഇപ്പോൾ കളക്ടർ എന്ന് പറയും പോലെയോ അതുപോലെയുള്ളതായ ടോപ്പിൽ ഭരണം നടത്തുന്നവർ, അധികാരം കൈയാളുന്ന, അവരുടെ കീഴിൽ ജനസഹസ്രങ്ങൾ അവരുടെ ആജ്ഞ അനുസരിക്കുന്നവരായിട്ടുള്ളതായിരിക്കും അങ്ങനെയുള്ളവർ. പിന്നെ നോക്കിക്കോ, ധനവാന്മാർ. നമ്മൾ സാധാരണ ധനവാന്മാരൊന്നും അല്ല കേട്ടോ. നമ്മുടെ ഇടയിൽ ധനവാന്മാർ ഈ പറയുന്ന രീതിയിൽ ചിന്തിച്ചാൽ ധനവാന്മാരില്ല. ഇന്ത്യയിൽ തന്നെ ധനവാന്മാരെന്ന് പറയുന്നത് വിരലിലെണ്ണാവുന്ന വരെ ഉള്ളൂ.
ലോകത്തിലെ ധനവാന്മാരെന്ന് പറയുന്നതും ഇതുപോലെയൊക്കെ ഉള്ളതാണ്. വളരെ എണ്ണപ്പെട്ട കുറച്ചു പേരേ ഉള്ളൂ, ഒരുപാട് ധനവാന്മാരൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ എണ്ണപ്പെട്ട ധനവാന്മാർ, അങ്ങനെയുള്ള ധനത്തിൻ്റെ അങ്ങ് ഉയരങ്ങളിൽ നിൽക്കുന്നവർ. ഈ അടുത്തിടെ ഒരു ധനവാൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ, ഇതുവരെ ആരും അറിഞ്ഞില്ലെങ്കിലും എന്തോന്ന് കേൾക്കുമ്പോൾ തോന്നുന്നു ഏതൊരു സഭയിലെ വിശ്വാസി എന്ന് തോന്നിപ്പോകും. പേരെന്തുവാ? CJ റോയ്. അതാ ആട്ടെ. അപ്പോൾ അങ്ങനെ ഒരു അതുപോലെയൊക്കെ ഉള്ള എടുത്തു പറയാവുന്ന ധനവാന്മാർ, അങ്ങനെയുള്ള ധനവാന്മാർ. പിന്നെ എന്തുവാ ബലവാന്മാർ എന്ന് പറഞ്ഞാലും നമുക്കൊക്കെ ബലമുണ്ട്, പക്ഷേ നമ്മുടെ ബലമല്ല ആ പറയുന്ന ബലം. ഈ ഇപ്പോൾ ഒരു ട്രെൻഡാണല്ലോ വളർന്നു, ജിമ്മുകൾ, മനസ്സിലായല്ലോ. ആരോഗ്യ ദൃഢഗാത്രഹന്മാർ, മസിലൊക്കെ പെരുക്കിങ്ങനെ കണ്ണൊക്കെ ഉരുട്ടി, അറിയാമോ എന്നൊക്കെ ഇങ്ങനെ നടക്കുന്ന ആളുകളിൽ ബലവാന്മാർ. ഇങ്ങനെയുള്ള ശക്തി ആവഹസിച്ച് ജീവിക്കുന്ന ആളുകൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് സകലദാസനും, പിന്നെ എല്ലാത്തിനെയും ഒറ്റ വാക്കിൽ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെല്ലാം കൂടെ ഈ ആകാശശക്തികൾ ഇളകുകയും ഭൂകമ്പം ഉണ്ടാകുകയും അന്ത്യക്രിസ്തുവിൻ്റെ അതിഭയങ്കരമായ ഭരണം ഇവിടെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇതിനെ പ്രതിരോധിക്കാൻ ഇവരുടെ അധികാരം കൊണ്ടോ, ഇവരുടെ പണം കൊണ്ടോ, ഇവരുടെ കഴിവ് കൊണ്ടോ, ഇവരുടെ നേട്ടങ്ങൾ കൊണ്ടോ, ഇവരുടെ ഭൗതികമായ അവർ നേടിയ ശക്തിയോ പ്രതാപമോ ഇതെന്തെങ്കിലും കൊണ്ട് ഇതിനെ ചെറുത്ത് നിൽക്കാൻ, അതിനെ പ്രതിരോധിക്കുവാൻ, അതിനെ മറികടക്കുവാൻ, അതിനെ അതിജീവിക്കുവാൻ കഴിയുന്നില്ല. നമ്മൾ ഇത് വളരെ മനുഷ്യൻ്റെ ദയനീയമായ പരാജയമാണ് അത് കാണിക്കുന്നത്. ഇപ്പോൾ ആകാശത്തിലൊരു ശക്തി ഇളകുന്നു എന്ന് വെച്ചോ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യനിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുന്നു, കരിമ്പടവം പോലെ അത് കറുത്തു പോകുന്നു. ഈ പറഞ്ഞ ലിസ്റ്റിൽപ്പെട്ടവരെല്ലാവരും കൂടെ അതൊന്നും പറ്റത്തില്ല, ഞങ്ങളിവിടെ ഉള്ളപ്പോൾ നീ എങ്ങനെയാണ് കറക്കുന്നത് എന്നങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ഒരു ഉൾക്ക താഴെ വീഴുമ്പോൾ അങ്ങനെ വീഴാൻ പറ്റത്തില്ല, ഞങ്ങൾ പറയാം കുറച്ച് ദിവസം കഴിയട്ടെ എന്നെങ്ങാനും പറയാൻ ഇവർ കഴിയുമോ? മനുഷ്യൻ്റെ ശക്തിയും അവൻ്റെ അധികാരവും അവൻ്റെ പണവും അവൻ്റെ പ്രതാപവും ദൈവപ്രവൃത്തിയുടെ മുമ്പാകെ ശൂന്യം, നിമിഷം കൊണ്ടെല്ലാം തകിടം മറിയുന്നതാണ്. എന്നിട്ട് ഇവരെല്ലാം കൂടെ എന്ത് ചെയ്യുന്നെന്നറിയാമോ? നോക്കിക്ക്, ഇവരെല്ലാവരും കൂടെ ഒരു വിധത്തിൽ പറഞ്ഞാൽ വാലും ചുരുട്ടി ഗുഹകളിലും, 15ൻ്റെ ഒടുവിൽ ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചു. എന്താ രംഗത്ത് വരാത്തെ? നോക്കിക്കേ, ഗുഹകളിലും മലപ്പാറകളിലും പാറയുടെ വിള്ളലുകളിലും ഒളിച്ചു. എല്ലാവർക്കും അവരവരുടെ തടി രക്ഷിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാനായി എന്തെങ്കിലും വിധത്തിലൊന്ന് രക്ഷപ്പെടാൻ മാർഗമുണ്ടോ? അങ്ങനെ അവർ രക്ഷപ്പെടാനായിട്ട് മാർഗം കണ്ടെത്തിയത് മലപ്പാറകളിലും ഗുഹകളിലും ഒളിക്കുക. ഇനി ഒളിച്ചെന്ന് മാത്രമല്ല, അവിടെ ഒളിച്ചു നിന്നുകൊണ്ട് അടുത്ത് മലകളോടും പാറകളോടും എന്തെന്ന് പറയുന്നു? ഞങ്ങളുടെ മേൽ പ്രാർത്ഥിക്കുകയാണ്. ദയവായിട്ട് ഞങ്ങളെ മറയ്ക്ക്, അല്ലെങ്കിൽ ഞങ്ങളുടെ മേൽ വീണ് ഞങ്ങളെ അങ്ങ് കൊല്ല്, ഞങ്ങളെ നശിപ്പിക്ക് എന്ന് വിളിക്കുക. ഇവിടെ അല്പം ബ്രേക്കിട്ട് നിന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എവിടെയെല്ലാം പാറ വിള്ളലുകളുണ്ടോ അവിടെ മനുഷ്യൻ ഓടുകയാണ്, മലകളിലേക്ക് അവൻ ഓടുകയാണ്. ഇന്നും അങ്ങനെയാണല്ലോ, ഇന്നും അങ്ങനെയല്ലയോ? മലകളിലേക്ക് ഓടുക. ഇവിടെ ഒരുപാട് മലയൊന്നുമില്ല, എണ്ണപ്പെട്ട 2-3 മലകളുണ്ട്. ഞാൻ പേരൊന്നും ഇവിടെ പറയാനായിട്ട് വരുന്നില്ല, നിങ്ങൾക്കറിയാം. സീസൺ അനുസരിച്ചാണ് ഓരോ മലകളിലേക്ക് ഓടുന്നത് മനുഷ്യൻ. എല്ലാ വിഭാഗം ആളുകൾക്കും അവരവരുടെ രീതിയിലുള്ള മലകളുണ്ട്, അവിടേക്ക് ഓടുന്നവർ, പാറ വിള്ളലുകളിലേക്ക് ഓടുന്നവർ സഹായത്തിന് വേണ്ടി അവകളോടാണ് ചെന്ന് പ്രാർത്ഥിക്കുന്നത്. സഹായത്തിന് വേണ്ടി മഴ പെയ്യാൻ പ്രാർത്ഥിക്കുന്നത്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, വിദ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പാറകളോടും മലകളോടും. ഇവിടെ ജീവനുള്ള ഒരു സത്യദൈവമുണ്ട്. ഇപ്പോൾ പാറയുടെ വിള്ളലിൽ ചെന്ന് ഞങ്ങളെ മറയ്ക്കൂ, ഞങ്ങളെ ഈ പറഞ്ഞ ന്യായവിധിയിൽ പെട്ടുപോകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കൂ എന്ന് നിലവിളിക്കുന്ന ഈ പാറകൾക്ക് ഇവരെ രക്ഷിക്കാൻ കഴിയുന്നില്ല. ഇത് പറയുമ്പോൾ വേറൊരു പാറ കൂടെ ഉണ്ട് കേട്ടോ. യെശയ്യാവിൻ്റെ പ്രവചനം 24-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യഹോവയാം യാഗിൽ ശാശ്വതമായൊരു പാറ. ആ പാറ ക്രിസ്തുവാണ്. ആ പാറ ഇന്ന് ആർക്കും വേണ്ട, അടിക്കപ്പെട്ട പാറയാണ്. ഞാൻ വ്യാഖ്യാനിച്ച് വിശദീകരിക്കാനായിട്ട് വരുന്നില്ല. അങ്ങനെ ഒരു പാറയെ തള്ളിയിട്ട് താൽക്കാലികമായ പ്രകൃതിയിലെ പാറകളിലേക്ക്
പ്രകൃതിയിലെ മലകളിലേക്ക് മനുഷ്യൻ ഓടുകയാണ്. ഇന്ന് സഹായത്തിന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് പാറകളിലും മലകളിലും കുന്നുകളിലും പ്രകൃതിയിലെ ഓരോ സ്ഥലങ്ങളിലേക്ക് മനുഷ്യൻ ഓടുമ്പോൾ ഈ ദൈവത്തിൻ്റെ ന്യായവിധി നടത്തപ്പെടുന്ന സമയത്ത് ആ പാറകളോടും ആ മല, ഇന്ന് ഏതൊരു മലയുടെ മുമ്പിൽ ചെന്ന് അഭയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ മലയോട് പറയും, ഞങ്ങളെ നിനക്ക് രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യമാണ്, ഞങ്ങളുടെ മേൽ വീണ് ഞങ്ങളെ കൊല്ല്, ഞങ്ങളെ നശിപ്പിക്കൂ എന്ന് പറയും. എന്തൊരു സ്ഥിതി! ആരൊക്കെയാ? ബുദ്ധിയുള്ള ആളുകളാ, വലിയ മഹാന്മാരാ, സഹസ്രാധിപന്മാരാ, ധനവാന്മാരാണ്, മഹത്തുക്കളാണ്, സ്വതന്ത്രന്മാരാണ്, എല്ലാവരും എല്ലാ കൂട്ടരുമുണ്ട്. ചെന്ന് വിളിക്കുമെന്നാണ് ക്രിസ്തുവിലുള്ള ആശ്രയമില്ലാത്തവരായ ആളുകൾ. ഇനി അവർ നിലവിളിക്കുമ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട്, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ. ഈ രണ്ട് പ്രയോഗങ്ങളും കണ്ടോ? സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ. നമ്മൾ 4-ാം അധ്യായം വായിച്ചപ്പോൾ ഈ സിംഹാസനവും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും ആരാണെന്നും അതിൻ്റെ വൈശിഷ്ട്യവും നമ്മൾ ചിന്തിച്ചതാണ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? 4-ാം അധ്യായത്തിൽ പഠിച്ചപ്പോൾ ഒരു സിംഹാസനത്തിൻ്റെ ചുറ്റിലും 4 ജീവികൾ, 24 മൂപ്പന്മാർ. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പത്മരാഗത്തോടും സൂര്യകാന്തത്തോടും സദൃശനായവൻ. അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. ആ മുഖം കാണുവാൻ നേരിട്ട് നിന്ന് ദർശിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രഭാപൂരമാണ് ആ മുഖം എന്ന് പറയുന്നത്. ആ സിംഹാസനത്തിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ ഇവരെ അത് പറയാൻ കാരണം ഈ ന്യായവിധി നടത്തപ്പെടുന്നതിൻ്റെ പുറകിലെ രഹസ്യമെന്ന് പറയുന്നത് സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ കൈയാണ്. സിംഹാസനത്തിലിരിക്കുന്നവൻ കോപിക്കുകയാണ്. സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ കോപം ചൊരിയപ്പെടുകയാണ്. സഹോദരന്മാരെ ശ്രദ്ധിച്ചോ, ദൈവത്തിൻ്റെ കോപം പറ്റി എരിയുന്ന സമയമാണ്. അതവർക്ക്, ഈ ആളുകൾക്ക് മനസ്സിലായി. ഈ അന്ന് ഭൂമിയിലുള്ള മുഴുവൻ ആളുകൾക്കും ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നു, ഇത് ദൈവത്തിൻ്റെ കോപമാണ്, ദൈവത്തിൻ്റെ ന്യായവിധിയാണ്. ഒന്നെങ്കിൽ ആ ദൈവത്തെ ആരാധിക്കാത്തത് നിമിത്തം, അല്ലെങ്കിൽ ആ ദൈവത്തെ രക്ഷകനായിട്ട് അവർ സ്വീകരിക്കാത്തത് നിമിത്തം, അല്ലെങ്കിൽ ദൈവത്തെ മറന്ന് ഞങ്ങൾ ചെയ്ത പാപനിമിത്തം. ഇതൊക്കെ നമ്മൾ ഇന്ന് വീടുകളിൽ പോയോ തെരുവുകളിൽ നിന്നും വിളിച്ചു പറഞ്ഞാൽ എത്ര പേരത് ഉൾക്കൊള്ളുന്നു? പക്ഷെ ഒരു കാര്യം, ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും നമ്മളിത് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് പിന്നീട് ഓർത്തെടുക്കാൻ അവർക്കൊരവസരം ഉണ്ടാകും. അതെ, ഇത് ഇങ്ങനെ ഒരു കാലം വരുമെന്നും പാപം ചെയ്ത് ദൈവത്തോട് കളിക്കുന്നത് അപകടകരമാണെന്നും ഉപദേശിമാരും പള്ളിക്കാരും ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേട്ട് കിടന്ന ആളുകളാണ്. ഇപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇതെല്ലാം ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. പണ്ട് ഈ പള്ളിക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രസംഗകന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നവർക്ക് ഓർമ്മ വരും. അപ്പോഴാണ് ഇവർ പറയുന്നത്, സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുഖം ഞങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെയോ കുഞ്ഞാടിൻ്റെ കോപം. വെളിപ്പാട് പുസ്തകത്തിലെ കുഞ്ഞാട് അറിയാം നിങ്ങൾക്ക്, മുമ്പിലുള്ള ഭാഗമൊക്കെ വായിച്ച്, അറക്കപ്പെട്ട കുഞ്ഞാട്. ആ കുഞ്ഞാട് ഇപ്പോൾ എന്ത് ചെയ്യുന്ന കുഞ്ഞാടാണ്? കോപം ചെരിയുന്ന കുഞ്ഞാട്, ന്യായം വിധിക്കുന്ന കുഞ്ഞാടിൻ്റെ കോപം. ഇനിയും ഒരു കാര്യം ഓർത്തോ, ഈ മഹാപീഡന കാലമെന്ന് പറയുന്നത് സർവരുടെയും കോപം തിളയ്ക്കുന്ന കാലമാണ്. ദൈവത്തിൻ്റെ കോപം കേട്ടോണം, കുഞ്ഞാടിൻ്റെ കോപം, അന്ത്യക്രിസ്തുവിൻ്റെ കോപം, അന്ത്യക്രിസ്തുവിൻ്റെ ആളുകളുടെ കോപം, പിശാചിൻ്റെ കോപം, മനുഷ്യർ തമ്മിൽ മൊത്തം കോപം തിളച്ചു മറിയുക. ഇതെല്ലാ കോപവും ഒരുമിച്ചങ്ങ് സംഗമിക്കുന്ന ഒരു സമയമായിട്ടാണ് ഇരിക്കുന്നത് മഹാപീഡന കാലം. അതിൻ്റെ കയ്പ് അനുഭവിച്ചുകൊണ്ടാണ് അവർ പറയുന്നത്, ഞങ്ങൾക്ക് ഈ കോപത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഞങ്ങളെ മറപ്പിൻ, ആ കോപത്തിൻ്റെ മുമ്പാകെ നിൽക്കാൻ കഴിയത്തില്ല, ഞങ്ങളെ നിങ്ങൾ മറച്ചു പിടിപ്പിനെന്ന് കേണപേക്ഷിക്കുക. നിങ്ങൾക്കറിയാമോ, 2-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം, അതെപ്പോഴും മനസ്സിൽ ഓർക്കേണ്ട ഒരു വാക്യമാണ്. ഈ എന്തുവാ 2-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം, അവൻ കോപിച്ചിട്ട് വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ, അവൻ കോപിച്ചിട്ട്. എന്നിട്ട് അവിടെ അടുത്തൊരു വരിയുണ്ട്, അവൻ്റെ കോപം ക്ഷണത്തിൽ പറ്റിയെരിയും. അവൻ്റെ കോപം ക്ഷണത്തിൽ പറ്റിയെരിയും. അപ്പോൾ അതറിയാം ആളുകൾക്ക്. അങ്ങനെ അവൻ കോപിക്കുന്ന ദിവസം. ഇപ്പോൾ ദൈവം കോപിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ദൈവത്തിൻ്റെ എന്ത് സമയമാണ്? ദീർഘക്ഷമയുടെ സമയമാണ്. എന്തൊക്കെ ചെയ്തിട്ടും ദൈവം, അതിൽ ചില ആളുകൾ ഇവിടെ ഒരു ദൈവം ഉണ്ടോ? ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ?
അങ്ങനെയൊക്കെ ചോദിക്കുന്നില്ലേ ആളുകൾ? ദൈവം ഉണ്ടോ എന്നുള്ളത് അറിയാൻ പോകുക. മനുഷ്യൻ്റെ പ്രവൃത്തികൾക്ക് തൽക്ഷണം ശിക്ഷാവിധി നടക്കാത്തത് കൊണ്ട് ദൈവം ഇല്ലെന്ന് വരെ പറയാൻ മനുഷ്യൻ അങ്ങ് തയ്യാറായി. ഞാൻ പറയട്ടെ, ഒരു തെറ്റൊരാൾ ചെയ്യുമ്പോൾ ആ തെറ്റിന് നിമിത്തം തൽക്ഷണം ശിക്ഷിച്ച് നിഗ്രഹിക്കുന്നവനല്ല ദൈവം. പ്രത്യേകിച്ച് ഈ കാലം, ഇത് കൃപായുഗമാണ്. അവനെ അങ്ങ് ദൈവം വിട്ടിരിക്കുക, ശിക്ഷിക്കാതെ. ഇത് നമുക്കും ഒരു പാഠം കൂടിയാണ്. അതിൻ്റെ ബ്രാക്കറ്റിൽ പറയാം, നമുക്കും ഒരു പാഠം. നമ്മൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകളും തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ശിക്ഷ എന്ന് അപ്പോൾ തന്നെ ശിക്ഷിച്ച് നമ്മെ ഇല്ലായ്മ ചെയ്യാതെ ഇരിക്കുന്നത് നമ്മോടുള്ള ദൈവത്തിൻ്റെ ദയയാ, കൃപയാ. അത് ഓർത്ത് സ്തോത്രം ചെയ്യുകയും ആനന്ദ കണ്ണുനീർ വീഴ്ത്തുകയും നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യണം. അല്ലാതെ അത് കൂടുതൽ കൂടുതൽ തെറ്റുകളിലേക്കുള്ള ലൈസൻസായിട്ട് എടുക്കാൻ പാടുള്ളതല്ല. അപ്പോൾ അവൻ്റെ കോപം പറ്റിയിരിക്കുക. ഇനിയും നോക്കണേ, ഈ പറഞ്ഞ ആളുകളെല്ലാം ദൈവത്തിൻ്റെ കോപമാണ് ചൊരിയപ്പെടുന്നതെന്ന് മനസ്സിലായല്ലോ. എന്നിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം വേണമായിരുന്നെങ്കിൽ ആ സമയത്ത് ആ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് എന്ത് ചെയ്താൽ മതി? പ്രാർത്ഥിച്ചാൽ മതി. ആ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ്, കർത്താവേ, ഞങ്ങൾ തെറ്റിപ്പോയി, ഞങ്ങൾ അകൃത്യം ചെയ്തവരാ, ഞങ്ങൾ പാപം ചെയ്തവരാ, ഞങ്ങളുടെ പാപനിമിത്തമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് അവർക്ക് ഏറ്റുപറയാം. പക്ഷെ അവർ അത് ചെയ്തില്ല. അതാണ് ഈ കാഠിന്യം അനുഭവിച്ചിട്ടും ചില മനുഷ്യരങ്ങനെ എത്ര അവരെ ദൈവം ചിലർ പറയും, എന്നെ കൊന്നാലും ഞാൻ മാറത്തില്ല എന്ന് പറയും പോലെ. പാപത്തെ മനുഷ്യൻ അതിൻ്റെ ആ ആഴത്തിൽ സ്നേഹിച്ച് അതിൻ്റെ ആ രുചി അനുഭവിച്ച് അതിൻ്റെ പുറകെ പോയാൽ വിട്ടുവരാൻ ചിലർക്ക് പറ്റത്തില്ല. ഇവരതല്ല, ഈ കോപസമയത്തും ദൈവമാണിത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അവർ ദൈവത്തെങ്കിലേക്ക് തിരിയാത്തത്, വിട്ടുതിരിയുന്നില്ല. നമ്മൾ പിന്നീട് പഠിക്കും, വായിച്ചു വരുമ്പോൾ അവർ മാനസാന്തരപ്പെടുന്നില്ല എന്നാണ്. ഇനിയും നിങ്ങൾക്കറിയണോ, കോപിച്ചിട്ട് ശിക്ഷിച്ചാൽ മനുഷ്യൻ മാനസാന്തരപ്പെടത്തില്ല. അതുകൊണ്ട് അവനെ കൂടുതൽ അനുഗ്രഹിച്ചാലോ എന്നാലും വരത്തില്ല. അതിൻ്റെ ഒരു അടയാളം കൂടി പറയാം. ഈ കാലഘട്ടം കഴിഞ്ഞിട്ട് അടുത്തൊരു1000 വർഷം സൽഭരണമാണ്. അന്ന് എല്ലാം സ്വസ്ഥം, സുഖം, സുന്ദരം, സമാധാനം, സമൃദ്ധി, സന്തോഷം. 1000 വർഷം. എന്നിട്ട് ഈ 1000 വർഷം ഈ ജീവിച്ചിരുന്ന് ദൈവത്തിൻ്റെ നന്മയും സമാധാനവും സുഖവും അനുഭവിച്ച മനുഷ്യനെ ഈ 1000 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അത് കഴിയുമ്പോൾ ഒരു ആഗോള തലത്തിലുള്ള അത് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ വിവരിക്കാം. ഇപ്പോൾ അതിൻ്റെ പറഞ്ഞു വന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങ് പറഞ്ഞ് പൂർത്തീകരിക്കുകയാണ്. ഈ 1000 വർഷം കഴിയുമ്പോൾ അടുത്തൊരു മഹായുദ്ധമുണ്ട്. മുഴുവൻ ലോക മനുഷ്യർ ഒരുമിച്ച് ചേർന്ന് ആർക്കെതിരെയാണ് തിരിയുന്നതെന്നറിയാമോ? ആർക്കെതിരെയാണ് തിരിയുന്നത്? അതെ, കർത്താവിനെതിരെ തിരിയും. പ്രതിപക്ഷം ആരാണ്? പിശാചിൻ്റെ കൂടെ ലോകരാജ്യങ്ങളും ഈ 1000 വർഷ ഭരണത്തിൽ നന്മ അനുഭവിച്ച്, ദൈവസ്നേഹം അനുഭവിച്ച്, സമൃദ്ധി അനുഭവിച്ച്, ആരോഗ്യം അനുഭവിച്ച്, സ്വസ്ഥത അനുഭവിച്ച ആളുകളെല്ലാം കൂടെ ആരുടെ കൂടെ ചേരുമെന്നറിയാമോ? ഈ പിശാചിൻ്റെ സൈന്യത്തിൽ ചേരും. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, 1000 വർഷം നന്മ അനുഭവിച്ചിട്ട് നന്ദിയുണ്ടോ ഇവർക്ക്? അവർ ദൈവഭാഗത്തല്ല, അവരുടെ കൂടെ ചേരും. അപ്പോഴാണ് ഇവരെ എല്ലാവരെയും നശിപ്പിക്കാനായിട്ട്, അത് ഇതുപോലെ 7 വർഷമൊന്നും വേണ്ട, അവൻ തൻ്റെ വായിലെ ശ്വാസത്താൽ ഇവരെ നശിപ്പിക്കാൻ പോവുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അനുഗ്രഹം കൊടുത്തത് കൊണ്ടും നന്നാകാത്തവൻ നന്നാകത്തില്ല. ശിക്ഷിക്കാൻ തുടങ്ങിയപ്പോഴും അത് ദൈവകോപമായി മനസ്സിലാക്കാൻ അതും കഴിയാതെ പോവുക. അങ്ങനെയുള്ളവർക്കുള്ളതാണ് ശിക്ഷ എന്ന് പറയുന്നത്. അപ്പം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അവസാനത്തെ ഭാഗം, അവരുടെ 17-ാം വാക്യം, അവരുടെ മഹാകോപ ദിവസം വന്നു. അടുത്ത വാക്ക് കണ്ടോ, ഒരു വെല്ലുവിളിയോടുകൂടെയാണ് ആ ഭാഗം തീരുന്നത്. ആർക്ക് നിൽപ്പാൻ? ആർക്ക്? ഈ പറഞ്ഞ 7 ലിസ്റ്റുണ്ടല്ലോ, ഇതിലേതെങ്കിലും ഒരുത്തന്, ആർക്ക്? ധനവാന്മാരെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമോ? സഹസ്രാധിപന്മാരെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമോ? പണ്ഡിതന്മാരെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമോ? ആർക്ക് നിൽക്കാൻ കഴിയും? ഇതിന് ഒരുപാട് ഭാഗങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് എടുത്ത് പറയാനുണ്ട്. ഞാൻ അങ്ങനെ പോകാതെ പറഞ്ഞങ്ങ് നിർത്തുന്നതേ ഉള്ളൂ. ഈ ആർക്ക് നിൽക്കാൻ കഴിയും? മീഖായിലും നഖൂം പ്രവചനത്തിലൊക്കെ ഇതിൻ്റെ പ്രവചന ഉദ്ധരണികളുണ്ട്. അതിൻ്റെ നിവൃത്തിയായിട്ട് അവിടെ ആർക്കും നിൽക്കാൻ കഴിയില്ല. അങ്ങനെ 6-ാം അധ്യായം 6-ാം മുദ്രയോടുകൂടെ തീരുകയാണ്. കർത്താവ് അനുവദിച്ചാൽ ഈ 6-ാം മുദ്രയ്ക്ക് ശേഷം 7-ാം മുദ്ര പൊട്ടിക്കുന്നതിന് ഇടയ്ക്ക്
വീണ്ടും ഒരു ഗ്യാപ്പുണ്ട്. അതാണ് 7-ാം അധ്യായം. അത് കർത്താവ് അനുവദിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ തുടരാം. ഇന്ന് നമ്മൾ 6-ാം മുദ്രയും അനന്തര സംഭവങ്ങളുമാണ്. അതിൻ്റെ ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ, പ്രകൃതി ക്ഷോഭങ്ങൾ എന്നാണ്. അത് ഇന്ന് നടക്കുന്ന പ്രകൃതിക്ഷോഭത്തിൻ്റെ അതിൻ്റെ പൂർത്തീകരണമായിട്ട് മനസ്സിലാക്കാം. ഇന്ന് നടക്കുന്നതെല്ലാം നടക്കാൻ പോകുന്നവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാമ്പിളാണ്, ഒരു മുന്നൊരുക്കമായിട്ട് മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ വചനം എത്രയോ സത്യമാണ്, അത് അതുപോലെ തന്നെ നിവർത്തിക്കപ്പെടും എന്നതിൽ സന്ദേഹമില്ല. അത് നമുക്ക് കേൾക്കാനൊരു അവസരം കൂടെ ദൈവം തന്നതിൽ നന്ദി പറയുന്നു. ശ്രവിച്ചതിലുള്ള നന്ദിയും പറഞ്ഞുകൊണ്ട് ഇവിടെ ചുരുക്കുന്നു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.